ഇന്ന് നമുക്കൊരു ടേസ്റ്റി അവിയൽ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുവിധം കഷ്ണങ്ങൾ, അതായത് ക്യാരറ്റ്, വെണ്ടക്കായ, മുരിങ്ങക്കായ, കയ്പക്കായ, വെള്ളരിക്ക, ചേന, അതുപോലെ പ്രധാനപ്പെട്ട എല്ലാതും, കയ്പക്കായ എല്ലാതും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളക് ഒരു 7 പച്ചമുളക് കീറിയിട്ടുണ്ട് കേട്ടോ. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇനി അരക്കിനയിലേക്കും ചേർക്കും. അപ്പോൾ അതുകൊണ്ട് വേറെ മുളകൊന്നും ഞാൻ ചേർക്കില്ലേ. പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിതാണ്ട് വേവിച്ചെടുക്കാം. വെള്ളം വളരെ കുറച്ചേ പാടുള്ളൂ. എന്താ ഒട്ടും വെള്ളമില്ലാതെ എടുക്കണം. വേവൊന്നും അധികമില്ലാത്ത പച്ചക്കറികളാണ്. അപ്പോൾ ഇത് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കതാണ്ട് മൂടിയിട്ട് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഒരു നാളികേരം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ചധികം കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി ചുവന്നുള്ളി ഒരു 5-10 ചുവന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ വേപ്പില, പച്ചമുളക് ഒക്കെ ഇട്ടുണ്ട് ഞാൻ. വേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു സ്പൂണ് ജീരകം, ഒരു സ്വല്പം വേപ്പില ഞാൻ ഇടും കേട്ടോ. അത് ഇടണമെന്നില്ല. ഞാൻ സ്വല്പം വേപ്പില ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മളൊരു 7 പച്ചമുളക് അതിലിട്ടു. പിന്നെ ഒരു 4 പച്ചമുളകും കൂടി ഇതിലിട്ട് കൊടുത്തിട്ട് തൈരും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാനത് ഒന്ന് ഒതുക്കിയെടുക്കാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ. അരച്ചെടുക്കരുത്, വല്ലാണ്ട് അരഞ്ഞു പോകരുത്. അപ്പോൾ തൈരും കൂടി ഞാനതിൽ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്ന് ഒതുക്കിയെടുക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഒതുക്കിയെടുത്ത് കൊണ്ടുവന്നാണത്. കണ്ടോ, അരഞ്ഞൊന്നും പോകാൻ പാടില്ല. ഇങ്ങനെ അതിൽ ആ തരികളും ഇതൊക്കെ അങ്ങനെ ഇതായിട്ട് കിടക്കണം. ശരിക്കും കാണുന്നുണ്ടെന്നറിയില്ല. കണ്ടോ, ഇതേപോലെ കിടക്കണം. അപ്പോൾ ഇനി പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഞാനെടുത്തത്. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് അടിയൊന്നും പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയൊക്കെ ഒന്ന് കൊടുക്കണം കേട്ടോ. നമ്മളധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് ഇതൊന്നും കൂടി ആവാനുണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടി മൂടിയിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ പച്ചക്കറി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി അരപ്പ് ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഈ അരപ്പും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി നമ്മൾ വേവിച്ചെടുക്കും. വേവിക്കല്ല, നമ്മൾ അതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഒരു തുണ്ട് വെള്ളം ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കത് ഇനി ഇതിൽ ചേർത്തിട്ട് ഇങ്ങനെ പറ്റിച്ചെടുക്കണതിലേക്ക് ആ വെള്ളം ആവശ്യമുണ്ട്. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടി പിടിച്ചിട്ട് പിന്നെ ടേസ്റ്റൊക്കെ വ്യത്യാസപ്പെടും. ഇത് കുറച്ച് ഒരു 10-15 മിനിറ്റ് നമുക്ക് ഒന്ന് മൂടിയിട്ടിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ആയി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഞാനതിൽ മല്ലിയില വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഞാൻ സ്വല്പം മല്ലിയില ഇട്ടിട്ടുണ്ട്. വേപ്പില ഇടുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി, പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡിയായി. മല്ലിയില ഇടേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ഇട്ടാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഇടാം. പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. അത് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് അവിയൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതിൻ്റെ ഇടയിൽ ഉപ്പൊക്കെ ഒന്ന് പാകാണോ എന്നൊക്കെ ഇടയ്ക്ക് നോക്കിയോളാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുത്തായിരുന്നു. പുളിയില്ലാത്ത തൈരാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.